ടൈം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞിരുന്ന വോട്ട് ചോരിയെക്കുറിച്ചാണ്. വോട്ട് ചോരി അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് കേൾക്കാൻ പോലുമില്ല. നമ്മുടെ ഇന്ത്യ മഹാലോകത്ത് ഇങ്ങനെ വലിയൊരു പ്രശ്നം ഉണ്ടായതിന് ശേഷം അതിനെക്കുറിച്ച് അതിൻ്റെ ആ ഒഴുക്കുകളെല്ലാം മാറിപ്പോയി. അതിൻ്റെ ആ പ്രക്ഷോഭങ്ങളെല്ലാം കെട്ടടങ്ങിയ കണക്കാണ് ഇപ്പോൾ നിൽക്കുന്നത്. കൂടാതെ ഇപ്പോൾ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഏകദേശം കെട്ടടങ്ങിയ കണക്കാണ് ഇപ്പോൾ അത് നടക്കുന്നത്. രാഹുൽ ഗാന്ധി കൃത്യമായി തന്നെ അതിൻ്റെ ആ വോട്ട് ചോരിയെക്കുറിച്ചുള്ള എല്ലാ വ്യക്തമായി ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞ് അതിൻ്റെ തെളിവ് സഹിതം നമ്മുടെ ഈ ലോകത്തോട്ട് മൊത്തവും ജനങ്ങളെ കാണിച്ചതാണ്. ഈ ലോകസഭ ഈ സർക്കാർ ഇന്നിപ്പോൾ ഇരിക്കുന്നത് ഈ വോട്ട് ചോരി കൂടി മാത്രം തന്നെയാണ്. അത് ഒരു വീട്ടിൽ 558 പേര്, ഒരു വീട്ടിൽ 13 പേര്, ഒരു വീട്ടിൽ 28 പേര്, പിന്നെ അച്ഛൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ 000, അല്ല വീട്ടുപേര് ചോദിച്ചു കഴിഞ്ഞാൽ 000, അച്ഛൻ്റെ പേര് ചോദിച്ചാൽ WHYZ. ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ 3 തവണയും ഇതുപോലെയുള്ള വോട്ട് കൊള്ളയിൽ കൂടിയാണ് ഈ ഭരണം ഇപ്പോൾ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് നമ്മളെ ഭരിക്കേണ്ട കാര്യമില്ല. അത് അവർക്കറിയാം. ഞങ്ങൾ വന്നത് യുവമാരെ വോട്ട് കൊണ്ടല്ല ഞങ്ങൾ വന്നത്. കാരണം ഞങ്ങൾ കള്ളത്തരത്തിൽ കൂടി വന്നത്. പിന്നെ ഇവനൊന്നും നമുക്ക് വോട്ട് ചെയ്തതല്ലല്ലോ. പിന്നെ ഇവനെയൊക്കെ നമ്മൾ സഹായിക്കുന്നത്. അതുകൊണ്ട് അവന്മാർ ചെയ്യുന്ന ഇതെന്ന് കോപ്പറേറ്റുകളെ സഹായിക്കുക, കോപ്പറേറ്റുകളെ വലുതാക്കുക, ഈ ജനങ്ങളെ. കാരണം ഇവർക്ക് വേണ്ടി എതിരായി ചെയ്തവരെല്ലാം അടിമകളാക്കുക. ഇതൊക്കെയാണ് ഈ ഫാസിസ്റ്റുകള് ഒരു തന്ത്രം തന്നെ. അപ്പൊ അതിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ള ഈ കമ്മീഷൻ അത് കൃത്യമായും ഈ ഗവൺമെന്റിന് പാദസേവ ചെയ്യുന്നവർ തന്നെ, അടിമപ്പണി ചെയ്യുന്നവൻ, ചെരുപ്പ് നക്കി എന്ന് മാത്രമേ അവനെ കുറിച്ച് പറയാൻ കഴിയുള്ളൂ. സത്യസന്ധമായ ഒരു വോട്ടെടുപ്പല്ല നമ്മളെ രാജ്യത്ത് നടക്കുന്നത്. ഇലക്ട്രോണിക് തട്ടിപ്പ് അതൊരു രീതിയിൽ. ഇലക്ട്രോണിക് തട്ടിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഇപ്പോൾ മോഡിയെ കുറിച്ച് തന്നെ ഇപ്പോൾ പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ, അവിടെ മോഡി ആദ്യത്തെ ലീഡ് വന്നപ്പോഴത്തേക്ക് തന്നെ മോഡി 6000 വോട്ടിന് ബാക്കിലായിരുന്നു. പിന്നെ കുറെ നേരങ്ങൾ യാതൊരു ചലനവുമില്ല. പിന്നെ അവിടെ ഇരുന്ന് ഗാങ് ഹാക്ക് ചെയ്യും. അതാണ് ഇതിൽ വരുന്നത്. അല്ല ഈ വോട്ട് അവിടെ പോയി ചെയ്യുന്നതോ അവിടെ ഇരുന്ന് ചലിപ്പിക്കുന്നതോ അല്ലെങ്കിൽ അതിൽ എഴുതി ചേർക്കുന്നതോ ഒന്നുമല്ല. അവിടെ ഹാക്ക് ചെയ്തുകൊണ്ട് അവിടെ ഇരുന്ന് ഹാക്ക് ചെയ്തുകൊണ്ട് ഇന്ന രീതിയിൽ ഇത്ര വോട്ടുകളും കാര്യങ്ങളും അത് പിന്നെ അത് അറേഞ്ച്മെന്റ് ചെയ്ത് കയറ്റിക്കൊള്ളും. അങ്ങനെ പിന്നെ ലീഡ് ഉയർത്തുകയും 1,00,000 ചില്ലുവാനം വോട്ടിന് ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഈ മോഡി അധികാരത്തിൽ വരികയും ചെയ്തത്. അപ്പോ അതുപോലെ ഇനിയിപ്പോ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ തന്നെയും ജീവിച്ചിരിക്കുന്നവർ ഒരു 10-20 ലക്ഷം പേരോളം മരിച്ചു പോയതായിട്ടാണ് അതിൽ നിന്നും അവരെ ലിസ്റ്റിൽ നിന്നും കളഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം തന്ത്രങ്ങളാണ്. എന്നിട്ട് ഇവരതായ പുതിയ കുറെ ഹാക്കുകൾ അതിനകത്ത് അടിച്ചു കയറ്റിക്കൊണ്ട് ഇവർക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുക്കും. ഈ വെട്ടിക്കളഞ്ഞവരും ചെയ്യാൻ വരാത്തവരും ഇല്ലാന്ന് പറയുന്നവർക്കൊന്നും പിന്നെ വോട്ടുകളില്ല. അപ്പൊ ആ ഭാഗത്തും ഇവരെ എണ്ണം തയ്പ്പിക്കുവാൻ വേണ്ടി വേറെ ഹാക്ക് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ അടിച്ച് അതിൽ ചേർത്തും കൊണ്ട് ഇവർ പറയുന്ന ഇവരെ ആരെ വിജയിപ്പിക്കാൻ നിശ്ചയിച്ച് അവരെ വിജയിപ്പിച്ചോളൂ. ഇതൊക്കെയാണ് ഈ രാജ്യത്ത് നടക്കാൻ പോകുന്നതും നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇതിൽ നിന്നെല്ലാം രക്ഷ നേടാൻ നമ്മൾ എല്ലാവരും ഈ രാഹുൽ ഗാന്ധി എന്നുള്ള ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന്റെ പിന്നിൽ അണിനിരന്ന് ഇതൊരു വൻ പ്രക്ഷോഭമാക്കി തന്നെ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം തകർന്ന് തരിപ്പണമാവും. ഈ ഫാസിസ്റ്റുകളെ കയ്യിൽ നിന്നും നമ്മൾ ഒരു ജനതകളും രക്ഷപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഏത് മതക്കാരായിരുന്നാലും ശരി തന്നെ ഈ ഫാസിസ്റ്റ് അടിമപ്പെട്ട് ഇവർ പറയുന്നത് കേട്ട് എന്താണ് ചെയ്യുന്നതെന്ന് പിന്നെ ലക്ഷ്യങ്ങളും ഉണ്ടാവില്ല. ആ രീതിയിൽ നമ്മളെ ഈ ഇന്ത്യ മഹാലോകം, ഈ ജനാധിപത്യ രാജ്യം തകർന്ന് തരിപ്പണമായി പോവും. അതുകൊണ്ട് എല്ലാ ജനങ്ങളും ഇതിനു വേണ്ടി തന്നെ മുൻകൈയെടുത്ത് ഈ ഒരു പ്രക്ഷോഭത്തിൽ അണിചേരണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ടൈം മീഡിയ.